നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തോൽവി എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. എന്നാലും ഇമ്മാതിരി തോൽവി. സുപ്രീം കോടതി കേരള സർക്കാരിൻ്റെ ഹർജി എടുത്തൊരേറ്. ഗവർണറെ തോൽപ്പിക്കാൻ പലവട്ടം സുപ്രീം കോടതിയിലേക്ക് വെച്ചുപിടിച്ചിട്ടുണ്ട് നമ്മുടെ കേരള സർക്കാർ. എന്നാൽ ഏറ്റവും ഒടുവിലത്തെ ഈ നീക്കം പാളിയത് മാത്രമല്ല, സുപ്രീം കോടതി എറിഞ്ഞൊടിച്ചു. സാങ്കേതിക സർവകലാശാല മുൻ VC സിസ തോമസിനെതിരായ കേസിൽ സർക്കാരിനേറ്റത് കനത്ത തിരിച്ചടി. ഗവർണറും സർക്കാരുമായുള്ള തർക്കത്തിൽ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കരുത് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. സർക്കാരിൻ്റെ ഹർജി വിശദമായ വാദം കേൾക്കാൻ പോലും കൂട്ടാക്കാതെ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. സിസ തോമസിനെതിരായ നടപടികൾ ഹൈക്കോടതി നേരത്തെ തള്ളിക്കളഞ്ഞിരുന്നു. ഇതിനെതിരെ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയാണ് ഇപ്പോൾ തോറ്റമ്പിയത്. സർക്കാരിൻ്റെ അനുമതി കൂടാതെ സിസ തോമസ് നേരത്തെ വൈസ് ചാൻസലർ പദവി ഏറ്റെടുത്തതാണ് സംസ്ഥാന സർക്കാരിനെ കോപാകുലരാക്കിയത്. ഇതിൻ്റെ പേരിൽ സിസ തോമസിനെതിരെ അച്ചടക്ക നടപടി കൈക്കൊണ്ടു. എന്നാൽ തനിക്കെതിരെ സർക്കാർ കൈക്കൊണ്ട അച്ചടക്ക നടപടിക്കെതിരെ സിസ തോമസ് ഹൈക്കോടതിയെ സമീപിച്ചു. സർക്കാരിൻ്റെ അച്ചടക്ക നടപടി പൂർണ്ണമായി ഹൈക്കോടതി റദ്ദാക്കി. ഇതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചത്. ഈ ഹർജിയിൽ വിശദമായ വാദം കേൾക്കണമെന്ന് മുതിർന്ന അഭിഭാഷകനായ ജയ്ദീപ് ഗുപ്ത വാദിച്ചു. ഗവർണറെ തോൽപ്പിക്കാൻ എത്ര വലിയ വക്കീലന്മാർക്കാണ് നമ്മുടെ ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ ഇങ്ങനെ ഒഴുക്കിക്കളഞ്ഞത്? വല്ല പ്രയോജനമുണ്ടോ? അതുമില്ല. ഹർജിയുമായി ചെന്ന കേരള സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി ഒടുവിൽ ഹർജി തള്ളിക്കളഞ്ഞു. സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടത്തിലെ 48-ാം വകുപ്പ് പ്രകാരം നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട് എന്ന വാദം ഉയർത്തി നോക്കി. പക്ഷേ സുപ്രീം കോടതി ഈ കേസിൽ അത് അനുവദിച്ചില്ല. തുടർന്നാണ് ഗവർണറുമായുള്ള തർക്കത്തിൽ ജീവനക്കാരെ ബലിയാടാക്കരുത് എന്ന് കൃത്യമായി സംസ്ഥാന സർക്കാരിൻ്റെ മുഖത്ത് നോക്കി സുപ്രീം കോടതി പറഞ്ഞത്. ജസ്റ്റിസുമാരായ GK മഹേശ്വരി, PS നരസിംഹ എന്നിവരുടെ ബെഞ്ചാണ് ഇത്തരം രൂക്ഷമായ പരാമർശങ്ങൾ നടത്തിയത്. സിസ തോമസിനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ രാഘവേന്ദ്ര ശ്രീവത്സ, അഭിഭാഷകരായ ഉഷാനന്ദിനി, കോശി ജേക്കബ് എന്നിവർ സുപ്രീം കോടതിയിൽ ഹാജരായി. ഏറ്റവും വലിയ തമാശ, അവർക്ക് ഒരു വാദവും ഉയർത്തേണ്ടി വന്നില്ല എന്ന് തന്നെ. സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദങ്ങൾ എങ്ങനെയെങ്കിലും കോടതി മുഖത്തെത്തിക്കാൻ ശ്രമിച്ചു. എന്നാൽ കോടതി സർക്കാരിനെ വിമർശിക്കുകയല്ലാതെ സിസ തോമസിന് വേണ്ടി വാദിക്കാനെത്തിയ അഭിഭാഷകർക്ക് വാദിക്കാനുള്ള അവസരം പോലും നൽകിയില്ല. അതിനു മുമ്പേ സംസ്ഥാന സർക്കാരിനെ എടുത്തൊരേറ്. സിസ തോമസ് വിഷയം സംസ്ഥാന സർക്കാരിൻ്റെ മുഖത്തേറ്റ അടിയായി മാറുന്നു. ഗവർണറുമായുള്ള പോരാട്ടത്തിൽ ഏറ്റവും വലിയ വാർത്താ പ്രാധാന്യം നേടിയ വിഷയമാണ് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ വിഷയം. മുൻ വൈസ് ചാൻസലറായിരുന്ന രാജശ്രീയുടെ നിയമനം സുപ്രീം കോടതി അസാധുവാക്കിയതിനെ തുടർന്ന് ചാൻസലർ കൂടിയായ ഗവർണർ സിസ തോമസിനെ താൽക്കാലിക വൈസ് ചാൻസലറായി നിയമിച്ചു. എന്നാൽ ഈ നിയമനത്തെ സർക്കാർ അംഗീകരിച്ചില്ല. സർക്കാരിന് താല്പര്യമുള്ളയാളെ അവിടെ പ്രതിഷ്ഠിക്കണം എന്ന് വാശി പിടിച്ചു. എന്നാൽ ഗവർണർ കട്ടയ്ക്ക് നിന്നു. ഗവർണർക്കൊപ്പം സിസ തോമസ് കൂടി നിലകൊണ്ടതോടെ സർക്കാർ പരുങ്ങലിലായി. ഇത്തരമൊരു സ്ഥാനം ഏറ്റെടുക്കരുത് എന്ന് സിസ തോമസിനോട് സർക്കാർ പറഞ്ഞു. എന്നാൽ സർക്കാരിനെ മൈൻഡ് ചെയ്യാതെ ഗവർണർക്കൊപ്പം നിലകൊള്ളുന്ന സിസ തോമസിനെയാണ് കേരളം കണ്ടത്. സിസ തോമസിനെ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടുമായി SFI അടക്കം കളത്തിലിറങ്ങി. രജിസ്ട്രാർ പോലും ആദ്യഘട്ടത്തിൽ സിസ തോമസിനോട് നിസ്സഹകരണമാണ് പ്രഖ്യാപിച്ചത്. സിസ തോമസിൻ്റെ നിയമനത്തിനെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. നിയമനം നിയമപരമെന്ന് കോടതി വിധി എഴുതി. അതിനുശേഷമാണ് സർക്കാരിൻ്റെ അനുമതിയില്ലാതെയാണ് വൈസ് ചാൻസലർ സ്ഥാനം ഏറ്റെടുത്തത് എന്നാരോപിച്ച് സിസയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. ചുരുക്കി പറഞ്ഞാൽ ഹൈക്കോടതിയെ അപമാനിക്കുന്ന നടപടി എന്നർത്ഥം. നോട്ടീസിനെതിരെ സിസ തോമസ് നിയമപരമായ മാർഗങ്ങൾ അവലംബിച്ചു. ട്രൈബ്യൂണലിനെയാണ് സിസ തോമസ് ആദ്യം സമീപിച്ചത്. നടപടികൾ തുടരാമെന്ന് ട്രൈബ്യൂണൽ വിധി എഴുതി. തുടർന്ന് ഗത്യന്തരമില്ലാതെ സിസ തോമസ് ഹൈക്കോടതിയിലെത്തി. സർക്കാർ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് നിയമപരമായി നിലനിൽക്കില്ല എന്നും തെറ്റായി നൽകിയതാണ് എന്നും ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തി. അത് സർക്കാരിൻ്റെ മുഖത്തേറ്റ മറ്റൊരടിയായി മാറി. സിസയുടെ നിയമനം പൂർണ്ണമായും നിയമപരമെന്നായിരുന്നു ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. സിസ തോമസിനെതിരായ നടപടികളൊന്നും നിയമപരമായി നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തി. ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് ശോഭാന്നമയ്യപ്പൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിൻ്റേതായിരുന്നു വിധി. സിസ തോമസിനെതിരെയുള്ള സർക്കാരിൻ്റെ അച്ചടക്ക നടപടികൾ ഹൈക്കോടതി റദ്ദാക്കിയതോടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. ഖജനാവിൽ നിന്ന് എത്ര ലക്ഷങ്ങൾ ഒഴുക്കിയാലും വാശി അതായിരുന്നല്ലോ സർക്കാരിന് മുഖ്യം.
ഗവർണറെ മുട്ടുകുത്തിക്കാനാണ് ഈ സർക്കാർ നേരെ സുപ്രീം കോടതിയിലേക്ക് പാഞ്ഞു ചെന്നത്. സിസ തോമസ് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പലായി ഇക്കഴിഞ്ഞ മാർച്ചിൽ വിരമിച്ചു. എങ്കിലും അച്ചടക്ക നടപടിയുടെ ഭാഗമായി പെൻഷൻ ആനുകൂല്യങ്ങൾ അടക്കം പൂർണ്ണമായും നിഷേധിച്ചു ഈ സർക്കാർ. ഗവർണറോടുള്ള പക തീർക്കുന്നതിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ നടപടികൾ, അതും ഒരു ഉദ്യോഗസ്ഥയെ ബലിയാടാക്കുക. സർക്കാരിൻ്റെ ഇംഗിതത്തിന് വഴങ്ങി ഉദ്യോഗസ്ഥരൊക്കെ പ്രവർത്തിക്കണം എന്ന് പറയുന്നത് ഏത് യൂട്ടോപ്യൻ രാജ്യത്ത്? ഇതൊരു നാട്ടുരാജ്യമല്ല. ഇന്ത്യയിൽ വ്യവസ്ഥാപിതമായ ചില നിയമ നടപടികളുണ്ട്. അതുകൊണ്ട് തന്നെ കോടതിയെ സമീപിച്ച സിസ തോമസിനൊടുവിൽ നീതി ലഭിച്ചു. സിസ തോമസ് ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല. ഗവർണർക്കെതിരെയുള്ള സർക്കാർ പോരിൽ ഇത്തരം നിരവധി അധ്യായങ്ങളാണ് കേരളത്തിൽ എഴുതി ചേർക്കപ്പെട്ടത്. എല്ലാം സംസ്ഥാന സർക്കാരിനേറ്റ കനത്ത പ്രഹരങ്ങൾ തന്നെ. ഏറ്റവും ഒടുവിൽ സിസ തോമസ് വിഷയത്തിൽ സമ്പൂർണ്ണ വിജയമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേടിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.